നമസ്കാരം ആദരണീയരെ, ഞാൻ ഡോക്ടർ ഗണേശൻ തിരുമേനി, ഹരിഹരമഠം ജ്യോതിഷ താന്ത്രിക മാന്ത്രിക സേവാമഠം, കൊല്ലം. ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് യൂട്യൂബിൽ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. ഒരു കുരിയാല നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ സംബന്ധിച്ച് ഒട്ടനവധി പേര് അത് സംബന്ധിച്ച സംശയങ്ങൾ എന്നെ വിളിച്ചു ചോദിക്കുകയുണ്ടായി. ആ സാഹചര്യത്തിലാണ് ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഈ പലരുടെയും വീടുകളിൽ ആത്തറകൾ അല്ലെങ്കിൽ കുരിയാലകൾ കെട്ടി വിളക്ക് എത്തിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അവിടെ എന്തിനെയാണോ കുടിയിരുത്തിയിരിക്കുന്നതെന്നോ അല്ലെങ്കിൽ അത് അസ്ഥിത്തറയാണോ എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും പൂർവികരായിട്ടുള്ള കാരണവന്മാരുടെ പിതൃസ്ഥാനമാണോ എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും പരദേവത അവിടെ കുടിയിരുത്തിയിരിക്കുന്നതാണോ എന്നോ യാതൊരു തരത്തിലുള്ള അറിവുമില്ലാത്ത അത് നീക്കം ചെയ്യുന്നതിനെ പറ്റി പലരും ആലോചിക്കുകയും അത് നീക്കം ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്തതിനു ശേഷം അത് ഒഴുക്കുവെള്ളത്തിൽ കൊണ്ടുപോയി കളഞ്ഞ് അതിന്റെ ദുരിതങ്ങൾ പിന്നീട് ആ കുടുംബത്ത് വന്ന് ഭവിച്ച സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തതായിട്ട് പല വിഷയങ്ങളും പലരും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം, ആചാരവിധി പ്രകാരം അത് എങ്ങനെ ചെയ്യണം എന്നതിനെ പറ്റിയാണ് ഞാനിവിടെ പറയുന്നത്. ആദ്യം നമ്മൾ അവിടെ കുടിയിരിക്കുന്നത് അല്ലെങ്കിൽ അസ്ഥിത്തറയാവാം, അല്ലെങ്കിൽ ഒരു മരത്തിന്റെ ചുവട്ടിൽ വിളക്ക് കൊളുത്തിയിട്ടുള്ളതാകാം, അല്ലെങ്കിൽ ഒരു തറ കെട്ടി ഒരു പീഠം കെട്ടി ഇരുത്തിയിട്ടുള്ളതാകാം, അല്ലെങ്കിൽ വീട്ടിലെ പൂജാമുറിയിൽ അല്ലെങ്കിൽ മച്ചിന്റെ മുകളിൽ ഇരുത്തിയിട്ടുള്ളതാവാം, അല്ലെങ്കിൽ ഉടവാളോ അല്ലെങ്കിൽ ചിലമ്പോ എന്തെങ്കിലും വെച്ച് വിളക്ക് വെക്കുന്നതാവാം. അങ്ങനെയുള്ള ആചരണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ അത് ആരെയാണ് അങ്ങനെ ആചരിച്ചു പോകുന്നതെന്നുള്ളതിനെ പറ്റി നാം മനസ്സിലാക്കണം. അവിടെ ചിലപ്പോൾ നമ്മുടെ പൂർവികരായിട്ടുള്ള ആൾക്കാര് ഉപാസിച്ചു വന്ന നമ്മുടെ കുടുംബ പരദേവതയാണ് കുടിയിരുത്തിയിട്ടുള്ളതെങ്കിൽ യാതൊരു കാരണവശാലും അതിനെ അവിടെ നിന്നും ഒരിക്കലും ആവാഹിച്ച് നീക്കം ചെയ്യരുത്. അവിടെ അതിനെ നവീകരണം ചെയ്യുകയാണ് പ്രധാനമായി വേണ്ടത്. കാരണം കാലഹരണപ്പെടുമ്പോൾ അത്തരം കുരിയാലകൾ അല്ലെങ്കിൽ ആത്തറകൾ അല്ലെങ്കിൽ ചെറിയ ക്ഷേത്രങ്ങൾ കാലഹരണപ്പെടുന്നതിന്റെ ഫലമായിട്ട് കുടുംബത്തിനും കുടുംബ ജനങ്ങൾക്കും ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യത്തിലാണ് ഈ വിഷയത്തിലേക്ക് എല്ലാവരും എത്തിച്ചേരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ കുടുംബ പരദേവതകളെ കുടിയിരുത്തിയിട്ടുള്ളതാണെങ്കിൽ അതിനെ നവീകരിക്കുക എന്നുള്ള പ്രക്രിയയാണ് ചെയ്യുന്നത്. പ്രധാനമായും ഒരു ദേവഹിതം നോക്കി അവിടെ ഇരിക്കുന്നത് ആരാണ്, ഏതെങ്കിലും പരദേവതാ സങ്കല്പമാണോ, അല്ലെങ്കിൽ പിൽക്കാലത്ത് ആരെങ്കിലും അനുഷ്ഠിച്ച ദേവതയാണോ, അല്ലെങ്കിൽ പണ്ട് കാലത്ത് കൗളാചാര പ്രകാരം കോഴിവെട്ടും ഗുരുതിയും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുള്ള സ്ഥലങ്ങളാണോ എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ശക്തിവത്തായ ഒരു കാലഘട്ടത്തിൽ ആചരിക്കുകയും കുടുംബത്തിന് പ്രൗഢിയും സമ്പത്തും നേടിക്കൊടുത്ത അല്ലെങ്കിൽ കുടുംബത്തിന് ഐശ്വര്യം നേടിക്കൊടുത്ത ഒരു ദേവത പിന്നീട് വന്ന തലമുറ അതിനെ ശ്രദ്ധിക്കാതെ വന്നതിന്റെ ഫലമായിട്ട് കുടുംബത്തിൽ ഒരുപാട് അനർത്ഥങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ യാതൊരു കാരണവശാലും അതിനെ നീക്കം ചെയ്യുകയല്ല വേണ്ടത്. ആ ദേവത നമ്മുടെ കുടുംബത്തിന്റെ ഭാഗമാണ്. അതിനെ പുനഃപ്രതിഷ്ഠാദി കാര്യങ്ങൾ ചെയ്ത് നമ്മളുടെ നിലവിലെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ നിലവിലെ സ്ഥിതി എപ്രകാരമോ അപ്രകാരം നമ്മൾ അതിനെ ആദ്യം കുടിയിരുത്തണം. അതിന് വേണ്ടുന്ന പരിഹാരക്രിയകൾ ചെയ്ത് അതിനെ കുടിയിരുത്തി അതിനെ ആചരിച്ചു പോകുമ്പോൾ കുടുംബത്തിന് സാമ്പത്തികവും ഐശ്വര്യവും കുടുംബജനങ്ങൾക്ക് ഉയർച്ചയും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ പിൽക്കാലത്ത് അനിവാര്യമായ മാറ്റങ്ങൾ വരുത്തണം. അവിടെ നിന്ന് പൊളിച്ചു മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം വരുന്നെങ്കിൽ ഒരു തേവാരപ്പുര കെട്ടി അവിടെ ഇരുത്തുകയോ ഒരു പൂജാമുറിയിലെങ്കിലും ഒരു സ്ഥാനം കൊടുത്ത് ഇരുത്തുകയോ ചെയ്യുക. നമ്മളെ കൊണ്ട് ഇപ്പൊ അതേ സാധിക്കുള്ളെങ്കിൽ അത് മാത്രമെങ്കിലും ചെയ്യുക. ചെയ്തിട്ട് മാസത്തിലോ അല്ലെങ്കിൽ വർഷത്തിലോ ഒരു പൂജ കൊടുത്ത് അതിനെ സംരക്ഷിച്ച് ആ ചൈതന്യത്തെ സംരക്ഷിച്ച് നിർത്തി നമുക്ക് രക്ഷാകവചം എന്ന രീതിയിൽ ആ ചൈതന്യത്തെ സംരക്ഷിച്ച് നിർത്തുക. പിൽക്കാലത്ത് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന് പുറത്തേക്ക് നമുക്ക് ഒരു യാത്ര കെട്ടിയോ അല്ലെങ്കിൽ ഒരു ക്ഷേത്രം പണിതോ നമുക്ക് അതിനെ കുടിയിരുത്താവുന്നതാണ്. നമ്മളെ കൊണ്ട് ഇപ്പോൾ എപ്രകാരം സാധിക്കുന്നു, കടം വാങ്ങി ഒരു കാര്യങ്ങളും ചെയ്യേണ്ടതില്ല. നമ്മളെ കൊണ്ട് ഇപ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഒരു കരിക്ക് മാത്രമാണെങ്കിൽ ആ കരിക്ക് നിയന്ത്രിച്ചുകൊണ്ട് അവിടുത്തെ അന്നവും ദീപവും മുടക്കാതെ കൈകാര്യം ചെയ്തു പോവുകയാണ് ചെയ്യേണ്ടത്. പിന്നീട് വരുന്നത് അസ്ഥിത്തറകൾ അല്ലെങ്കിൽ ആത്തറകൾ വരുന്നതെന്ന് പറഞ്ഞാല് പണ്ട് മരിച്ചിട്ടുള്ള കാരണവന്മാരെ അവിടെ ആത്മാവിനെ വല്ലമില്ലെന്നെല്ലി എന്നാ പറയുന്നത്. തിരുവല്ലം, ഇല്ലം, തിരുനെല്ലി എന്നിവിടങ്ങളിൽ കുടിയിരുത്തുന്ന ഒരു സമ്പ്രദായമാണുള്ളത്. അപ്പം ഇല്ലത്തെ ആത്തറ കെട്ടി ആത്മാവിനെ കുടിയിരുത്തിട്ടുണ്ടാവാം. ഏതെങ്കിലും കല്ലറ കെട്ടി ആത്മാവിനെ അടക്കം ചെയ്തിട്ട് അതിന്റെ മുകളിൽ കല്ലറ കെട്ടി ഒരാളെ അടക്കം ചെയ്തിട്ട് അതിന്റെ മുകളിൽ ഇത്തരം ആൽത്തറകൾ സ്ഥാപിച്ചിട്ടുണ്ടാവാം. അപ്പൊ അത് കൃത്യമായും പരിശോധിച്ച് അതിനെ നമുക്ക് പൂർണ്ണമായിട്ടും വേണ്ട സായുജ്യാദി കർമ്മങ്ങൾ ചെയ്ത് അതിന് മോക്ഷകർമ്മങ്ങൾ ചെയ്ത് നമുക്ക് അതിനെ ആ സ്ഥാനത്തെ അവിടെ നിന്ന് പൂർണ്ണമായിട്ട് നമുക്ക് നീക്കം ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ദേവതാ സങ്കല്പങ്ങളാണെങ്കിൽ യാതൊരു കാരണവശാലും അത് ഇപ്പൊ നമ്മുടെ അവകാശത്തിൽ വന്നതൊന്നും ആയിരിക്കത്തില്ല. ചിലപ്പോൾ നമ്മൾ ഇറങ്ങി എവിടെന്തെങ്കിലും വസ്തു വാങ്ങിയ വഴിയിലോ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയ വസ്തുവിൽ അങ്ങനെ ഒരു സ്ഥാനത്ത് നിൽക്കുവാണ്. യാതൊരു കാരണവശാലും നമുക്ക് അതിനെ അവിടെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു ദേവഹിതം നോക്കി
അതിനെ വന്നത് എവിടുന്നോ. അപ്പം മഹാക്ഷേത്രങ്ങളിൽ നിന്നായിരിക്കും ഈ സാന്നിധ്യങ്ങളെ വീടുകളിലേക്ക് കുടിയിരുത്തിയിട്ടുള്ളത്. ഇപ്പൊ കൊടുങ്ങല്ലൂര് അല്ലെങ്കിൽ ചോറ്റാനിക്കര അല്ലെങ്കിൽ അങ്ങനെ മഹാക്ഷേത്രങ്ങളിൽ കുടികൊള്ളുന്ന ചൈതന്യത്തിന്റെ സങ്കല്പിക്കുക, അല്ലെങ്കിൽ അതിന്റെ ഒരു പരിവാരം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു സാന്നിധ്യത്തെ ആയിരിക്കും അവിടെ കുടിയിരുത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ദേവത അല്ലെങ്കിൽ സ്വരൂപം അല്ലെങ്കിൽ പരദേവത അവരുടെ മൂലസ്ഥാനം എവിടെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് തീരെ നിവൃത്തിയില്ല, ഭവനങ്ങളിൽ വെച്ച് ആചരിച്ചു പോകാൻ തീരെ നിവൃത്തിയില്ലെങ്കിൽ അതിനെ നമ്മൾ ആ മൂലസ്ഥാനത്തേക്ക് തിരികെ ആവാഹിച്ച് ലയിപ്പിക്കുകയും, തിരികെ ആവാഹിച്ച് ലയിപ്പിച്ചിട്ട് വർഷാചാരത്തിലോ മാസാചാരത്തിലോ കുടുംബത്തിൽ എന്ത് വിശേഷങ്ങൾ ഉണ്ടാകുമ്പോഴും അവിടെ ചെന്ന് യഥാശക്തി നമ്മൾ നിവേദ്യാദി വഴിപാടുകൾ നടത്തിക്കൊള്ളുകയും ചെയ്യാവുന്നതാണ്. അങ്ങനെ നമുക്ക് ഇപ്രകാരം 3 രീതിയിൽ ഈ വിഷയങ്ങളെ നമുക്ക് പരിഹരിച്ചു പോകാവുന്നതാണ്. ഇത് സംബന്ധിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ നേരിട്ട് വരികയോ അല്ലെങ്കിൽ ബന്ധപ്പെടാവുന്നതാണ്. ഏവർക്കും ഈശ്വരന് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചോളും.